നമ്മുടെ ആർപ്പൂക്കര ചൂരക്കാവ് ദേവക്ഷേത്രത്തിലോട്ടുള്ള കുംഭപൂർണിയോടനുബന്ധിച്ചിട്ടുള്ള നിലച്ചണ്ടാണ്. ഇതിൻ്റെ നിർമ്മാണം നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസത്തോളമായിട്ടുണ്ട്. ഏകദേശം ഒരു 26 അടി ഹൈറ്റാണ് നിലവിൽ ഈ ചെണ്ടിന് ഉള്ളത്. പല ആൾക്കാരും പല ഹൈറ്റിലാണ് കെട്ടുന്നത്. നമ്മൾ തുടർച്ചയായിട്ട് ഈ ഒരു ലെവലിലുള്ള ചെണ്ടാണ് നിർമ്മിക്കുന്നത്. ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 1500-1600 പൂക്കളാണ് ഇതിനകത്ത് വരുന്നത്. ഈ പൂക്കൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഇറുക്കിലി വെട്ടും. ഇറുക്കിലി മീൻസ് നമ്മുടെ പച്ച ഇറുക്കിലി വെട്ടി അത് മഞ്ഞൾ വെള്ളത്തിൽ പുഴുങ്ങി ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ചെണ്ടിൻ്റെ പൂക്കൾ നിർമ്മാണം തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം അതിനുള്ള ചെണ്ടിൻ്റെ പൂവിൻ്റെ മൊട്ട് അലുക്കിടും. അലുക്കിടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അറ്റത്ത് തൂങ്ങി വരുന്ന ആ അലുക്ക് ആദ്യം നിർമ്മിക്കും. അതിന് ശേഷം നമ്മൾ 3.5 ഇഞ്ച് റൗണ്ട് വരുന്ന രീതിയിലുള്ള വെള്ള റൗണ്ട്, വെള്ള പൂവാകുമ്പോഴത്തേനും വെള്ള റൗണ്ട് വരും. ആ റൗണ്ട് നമ്മൾ 3.5 ഇഞ്ചിന് അച്ചയിൽ വെട്ടിയെടുത്ത് ഏത് പൂവാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഡിസൈൻ ചെയ്തെടുക്കും. അത് കത്രികയ്ക്ക് നമ്മൾ കൈക്ക് വെട്ടി ഡിസൈൻ ചെയ്ത് ഒരു എതളയിൽ ഏകദേശം ഒരു പൂവിൽ വരുന്നത് 12 എതളായിട്ടാണ് വരുന്നത്. 12 എതളും അതിന് വരുന്ന ഇലയും ചേർത്താണ് നമ്മൾ ഈ പൂ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം പൂവിൻ്റെ അളവ് എണ്ണം മൊത്തം ആയതിന് ശേഷമാണിത് ചെണ്ട് കെട്ടാനായിട്ട് ഇതുപോലെ വലിയ നിലയിട്ട് അതിനകത്ത് ഇതിൻ്റെ അലക്, അത് അലകെന്ന് പറഞ്ഞാൽ ഈ ചെണ്ട് കെട്ടുന്ന ഈ കമ്പിനാണ് അലകെന്ന് പറയുന്നത്. ഈ അലക് നമ്മൾ അതിനകത്ത് ഉറപ്പിച്ച് ചെണ്ടിൻ്റെ റൗണ്ട് നമുക്ക് എത്ര വലിപ്പത്തിൽ വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനൊരളവിട്ട് അതിന് തൂക്കിട്ട് ആ തൂക്കയിലിട്ടാണ് നമ്മൾ ചെണ്ട് കെട്ടാൻ തുടങ്ങുന്നത്. മേളിൽ നിന്ന് നമുക്കൊരു 5 പൂ തൊട്ട് ഏറ്റവും അടിയിൽ നമ്മൾ എത്ര നിലയാണോ ഉദ്ദേശിക്കുന്ന ആ നിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള അടിയിലെ എണ്ണം കൂടും. അടി വരുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു 90 പൂ ആ റേഞ്ചാണ് അടിയിൽ വരുന്നത്. മേളിൽ നിന്ന് തുടങ്ങിയാൽ ഒരു 5 പൂവിലാണ് മതി. 5 പൂവിലാണ് മേളിൽ തുടങ്ങുന്നത്. അത് ഏറ്റവും അടിനില നമ്മൾ ഫിനിഷിങ്ങിലോട്ട് വരുമ്പോഴത്തേന് ഏറ്റവും അടിനിലയിൽ ഏകദേശം ഒരു 80 പൂവിന് മേളിൽ കയറി വരും. അതിങ്ങനെ ഓരോ പൂവും വെച്ച് റൗണ്ട് ഒപ്പിച്ച് കെട്ടി നമ്മളത് ഫിനിഷ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഫിനിഷിങ്ങിലോട്ടാണ്. ചെണ്ടിൻ്റെ ഏകദേശം 37 നിലയോളം നമുക്കിത് വരുന്നുണ്ട്. ഈ ചെണ്ട് 37 നിലയുടെ ലാസ്റ്റ് ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നാളെ കുമ്പോടം നാളെയാണ്. കുമ്പോടത്തിൻ്റെ അന്ന് രാവിലെ ഈ നിലയ്ക്കകത്തുനിന്ന് ഇറക്കി പിന്നെ നിലയും കാര്യങ്ങളും ഒന്നുകൂടെയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് പിന്നെ മേളിലൊരു മുത്തിക്കുട വരും. ആ മുത്തിക്കുടയും കൂടി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെണ്ട് ഇറക്കുന്നത്. ചെണ്ട് ഇറക്കുമ്പോഴത്തേക്ക് ഒരു റിങ് വെച്ച കുട ഉണ്ട്. അത് നമ്മൾ കുട അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിലവിലെ അമ്പലത്തിലെ പൂജയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ കുടമായിട്ട് നമ്മളിവിടെ വരുന്നു. അത് ചെണ്ട് അതിലാണ് നിറയ്ക്കുന്നത്. ചെണ്ട് അതിൽ നിറച്ച് ആ കുടം നമ്മൾ ആടി അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അത് അഭിഷേകം ചെയ്താണ് തിരിച്ചു പോരുന്നത്. അപ്പം നമ്മളിത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20-22 വർഷത്തിന് മേളിലായിട്ടുണ്ട്. ഇത് നമ്മുടെ 20ാമത്തെ വർഷമാണ്. ഇതിനു മുമ്പും നമ്മൾ ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി നമുക്ക് മുടക്കമൊന്നും കൂടാതെ ദൈവയുടെ അനുഗ്രഹത്തിൽ നമ്മൾ 20ാമത്തെ വർഷമാണ് ഈ ചെണ്ട് നിർമ്മാണവും ഈ കുമ്പോടവും മറ്റു കൂട്ടുകാരുമായിട്ട് നമ്മളിത് ചെയ്തു വരുന്നത്. ഇത് പല അമ്പലങ്ങളിലായിട്ട് ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും നമ്മൾ ആർപ്പൂക്കരയിൽ ചൂരക്കാവ്, മണർകാട് അമ്പലം, കുറ്റിക്കാട്ട്, വെളുത്തുരുത്തി, അങ്ങനെ വള്ളിയാങ്കാവ്, അങ്ങനെ കുറേ അമ്പലങ്ങളിൽ നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ നമ്മുടെ ചെണ്ടിൻ്റെ നിർമ്മാണം ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇതിൻ്റെ ഏകദേശം ചിലവ് എന്തോ വരും? ഇത് ചിലവ് വരുമ്പോഴത്തേനും നമുക്ക് ഇതിന് മെറ്റീരിയൽ വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6000 രൂപ 7000 രൂപ റേഞ്ചാണ് മെറ്റീരിയൽ വാങ്ങുന്നത്. പക്ഷെ നമുക്കിത് ചെയ്തു വരുന്നതിൻ്റെ ആ ഒരു താമസമാണ്. കുറേ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിരുന്നാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ട് വൈകിട്ടുള്ള സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം എന്ത് കൂട്ടായ്മയാണ്? നമ്മൾ കുറച്ച് കൂട്ടുകാർ, ഫ്രണ്ട്സ്, പെരുമ്പടപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പാട്ടമ്പലമാണ്. അതിനകത്ത് ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടി നടത്തുന്ന ഒരു കുമ്പോട സമിതിയാണ്. അതിനകത്തോട്ടാണ് നമ്മൾ ഈ പരിപാടി എല്ലാം വരുന്നത്. അതിനകത്ത് ചെണ്ട് മാത്രമല്ല, ഉമ്മൻകുടം ഉണ്ട്, കരകാട്ടത്തിൻ്റെ 2 പതിപ്പായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കുറേ വേഷമുണ്ട്, അതുപോലെ തന്നെ ചെണ്ടമേളം, പിന്നെ തെയ്യമുണ്ട്. അങ്ങനെ കുറേ കലാരൂപങ്ങളും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ
സൂര്യക്കാവലമ്പലത്തിലോട്ട് കുടം നിറച്ച് പോകുന്നത്. താങ്ക് യു.